ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും എമ്പുരാന്റെ വിശേഷമായിട്ട് വന്നതാണ്. നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ എമ്പുരാനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട്. ഇന്നലെ ഞാൻ നമ്മുടെ കുറച്ച് ഒന്ന് രണ്ട് കൺസേണിനെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു, എമ്പുരാന്റെ ബജറ്റും കാര്യങ്ങളൊക്കെ. അതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് സത്യത്തിൽ ഇപ്പോഴും. ബട്ട് നമ്മളൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, അത് നമ്മളൊരു കൺസേൺ, ആ ഒരു ബജറ്റ് വെച്ചിട്ട് നമ്മളെ മലയാളം ആ പടം, നമ്മളെ എമ്പുരാൻ എന്ന് പറഞ്ഞ മൂവി ഹിറ്റ് ആകുമോ എന്നുള്ളതിന് ഒരു ശതമാനം ഒരു ഡൗട്ട് ഇല്ല അതിലൊന്നും. അതൊരു ഗംഭീര സക്സസ്, മലയാളത്തിലെ ഏറ്റവും ഒരു സക്സസ് ആയിരിക്കുന്നത് 100% ഉറപ്പാണ്. പക്ഷെ നമുക്കത് വേണ്ടത് ഹയസ്റ്റ് ഗ്രോസ് ചെയ്ത് ഇന്ത്യത്തെ ഒരു മൂവിയില് അത് വരണം എന്നുള്ള ആഗ്രഹമാണ് നമ്മൾ ഇന്നലെ വീഡിയോ സംസാരിച്ചത്. ആ റേഞ്ചിലേക്ക് എത്തും ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. ആ കൺസേൺ ഒക്കെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും അത് അവിടെ എത്തും. നമ്മള് പ്രൊമോഷൻ രീതിയിൽ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തു. ഇവരെന്താണ് ഇങ്ങനെ ഭയങ്കര ഒരു ലോ പ്രൊഫൈൽ വെച്ചിക്കണ അറിയില്ല. അപ്പൊ മേ ബി ഒരു ബൂം പോലെ ട്രെയിലർ വരുമ്പോൾ നമ്മൾ എല്ലാവരും വീണ്ടും ഓണായിട്ട് ഒരു മാർച്ച് 15 ആകുമ്പോൾ ട്രെയിലർ വന്നിട്ട് നമ്മളെല്ലാ സർപ്രൈസുകളും ഒരു 99% സർപ്രൈസുകളും റിവീൽ ആയിട്ട് നമ്മൾ ആ ഓളത്തിലേക്ക് പിന്നെ സിനിമ വരെ നിൽക്കുന്നുള്ളൊരു കോൺഫിഡൻസ് എന്തായാലും പൃഥ്വിരാജിനും എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ഈ പ്രൊമോഷൻ പരിപാടി ഒന്നും കാണുന്നില്ല എവിടെയും. അതൊക്കെ സ്റ്റാർട്ട് ചെയ്യും, ഉടനെ വരട്ടെ. അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ സായ്കുമാർ. ലൂസിഫറിൽ ഗംഭീരമായ ക്യാരക്ടർ ചെയ്ത സായ്കുമാർ, നമ്മളെ ഗ്രേറ്റ് ആക്ടർ, അദ്ദേഹം എമ്പുരാനിലുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. സോ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഉണ്ട്. എമ്പുരാനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്ന ഒരു വീഡിയോ എനിക്ക് കിട്ടി. ആ വീഡിയോ കുറെ പേര് കാണാൻ ചാൻസ് ഇല്ല എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഞാൻ ഇതുവരെയും കണ്ട വീഡിയോസ് അദ്ദേഹത്തിനോട് ചോദിക്കും, അദ്ദേഹം വളരെ ഒന്നും വിട്ടു പറയാതെ നല്ല സിനിമയായിരിക്കുന്നു മാത്രം അദ്ദേഹം പറഞ്ഞു പോകുന്ന 2-3 വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ വീഡിയോയില് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് സംഭവം കേട്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം, ഒരു എക്സൈറ്റ്മെന്റ്. സോ ആ വീഡിയോ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വെച്ചാൽ സത്യം പറഞ്ഞ വീഡിയോ ചെയ്തത്. സോ നമുക്കൊന്ന് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. നമ്മളെല്ലാം കാത്തിരിക്കുന്ന ഒരു സിനിമയുണ്ട്. എല്ലാവരും അതിന്റെ രണ്ടാം ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. 3-4 പ്രാവശ്യം ഞാൻ കണ്ടു, വീണ്ടും കണ്ടതാണ് എമ്പുരാൻ. വിശേഷങ്ങൾ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. മാർച്ച് 27 തിയേറ്ററിൽ വെച്ച് നിങ്ങൾ രണ്ടുപേരും കണ്ടിട്ട് തീരുമാനിക്കുന്നതല്ലേ നല്ലത്. പക്ഷെ ഒരു കാര്യം പറയാം കേട്ടോ, ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ജനം ഏറ്റെടുത്തത് എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ പോലും 4-5 പ്രാവശ്യം കണ്ടിട്ടുണ്ട് ആ പടം സിനിമ. അപ്പം അങ്ങനെ കണ്ടതിനകത്തൊന്നും വളരെയേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പടമാണ് എമ്പുരാൻ. അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് പറയണമെങ്കിൽ നമുക്ക് ആ പടത്തിനേക്കാളും കൂടുതൽ സമയം വേണം. അത്ര തിക്കായിട്ടുള്ള മൂമെൻറ്റ്സാണ്, അത്ര പവർഫുള്ളായിട്ടൊരു ഫിലിമാണ് അത്. ഇപ്പോൾ നിങ്ങൾക്കുള്ളൊരു ആൻസൈറ്റി ഉണ്ടല്ലോ ഇത് കാണാനുള്ളത്, അതേ ആൻസൈറ്റിയാണ് എനിക്ക്. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് കേരളത്തിൽ നടക്കുന്ന ഒരു വിങ്ങിനകത്തുള്ള സംഭവമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇതിനോടനുബന്ധിച്ച് ഇതിനെ കണക്ട് ചെയ്തിട്ട് എവിടൊക്കെ പോകാമോ അവിടെ നിന്നൊക്കെ എല്ലാ രാജ്യങ്ങളിലുള്ള സംഭവങ്ങളും മറ്റേത് മറിച്ചായിട്ട് ഒരു നീണ്ട നിര തന്നെ ഉണ്ട്. നമ്മളൊക്കെ ഒരിക്കലും മലയാളത്തിൽ കാണുമെന്ന് പ്രതീക്ഷിക്കാത്ത ഹോളിവുഡ് ബോളിവുഡ് താരങ്ങൾ വരെ ഇതിനകത്ത് അസാമാന്യമായ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അണിയറ അപ്പം അതൊരു 1.5 പടമായിരിക്കും മക്കളെ. തീർച്ചയായിട്ടും. അതെ അത് ഞാൻ പറഞ്ഞത്. പിന്നെ ഇത് പടം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ പറയും ഇയാൾ പറഞ്ഞത് കുറഞ്ഞു പോയി എന്ന് പറയും. അതാണ് അതിന്റെ സത്യാവസ്ഥ. അങ്ങനെ കൂടുകയുള്ളൂ. രാജുവിന് അതൊരു മറ്റൊരു പൃഥ്വിരാജിന് അതൊരു വലിയൊരു തിലകക്കുറി തന്നെയാണ്. അത് മാത്രമല്ല നമുക്കെല്ലാവർക്കും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചും ടെക്നീഷ്യനെ സംബന്ധിച്ചും ഓൾ ക്രൂവിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഭാഗ്യമാണ്. കാരണം ഇങ്ങനെയുള്ളൊരു ഫിലിമിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ. സോ ഇതില് 2 കാര്യങ്ങളാണ്. ഒന്ന്, എനിക്ക് സായ്കുമാർ എന്ന് പറഞ്ഞ ആക്ടർ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ഭയങ്കര എക്സൈറ്റ്മെന്റില് ഈ ഒരു സിനിമയെ കുറിച്ചല്ല പൊതുവെ അങ്ങനെ സംസാരിക്കുന്നതായിട്ട് അദ്ദേഹം ചുമ്മാ ബ്ലണ്ടർ അടിക്കുന്ന ഒരാളല്ല സായ്കുമാർ എന്ന് പറഞ്ഞ ആക്ടർ ഒരു സിനിമയെ കുറിച്ചിട്ടും. അപ്പൊ എമ്പുരാനെ കുറിച്ച് പോലും അദ്ദേഹം കുറെ ഇന്റർവ്യൂസിന് മുമ്പുള്ളതിലൊക്കെ ഒന്നും വിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതില് അദ്ദേഹം പറഞ്ഞത് ഭയങ്കര നമുക്ക് കുറച്ചും കൂടി നമ്മളെ എക്സ്പെക്ടേഷൻസ് കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അദ്ദേഹം പറഞ്ഞതില് ഹോളിവുഡിലെയും ബോളിവുഡിലെയും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആക്ടേഴ്സ് ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ഈ സിനിമയിൽ നിന്നാണ് അതായത് അദ്ദേഹം കേട്ട വിവരമാണ്. സോ നേരത്തെ നമ്മൾ എപ്പോഴും വീട്ടിൽ പറഞ്ഞ പോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരുപാട് സർപ്രൈസ് ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ അതിലിപ്പോ ബോളിവുഡിൽ നിന്ന് എന്തായാലും ഒരാളുണ്ട് എന്ന് നമുക്ക് ഇതിൽ കൺഫേം ചെയ്യാം. ഹോളിവുഡിലത്തെ ആൾക്കാരെ നമ്മൾ കണ്ടു, ഇനിയും കാണാത്ത ആൾക്കാരുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ അദ്ദേഹം അങ്ങനെ, കാരണം അദ്ദേഹം നിങ്ങൾ പറഞ്ഞ് ശ്രദ്ധിച്ചോ, കാരണം അദ്ദേഹം പറഞ്ഞ വേറൊരു പോയിന്റ് കൂടി ഉണ്ട്.
ഞാൻ എന്തെങ്കിലും ഇതിനെപ്പറ്റി പറഞ്ഞാൽ, ഈ സിനിമയെ പറ്റി പറഞ്ഞാല്, ഇനി സിനിമ ഇറങ്ങുമ്പോ നിങ്ങൾ എന്തേ കുറച്ച് പറഞ്ഞ് നിങ്ങൾ ചോദിക്കുന്നു. അതായത് ഞാൻ അദ്ദേഹം അത് പറഞ്ഞു വരുമ്പോ ഞാൻ വിചാരിച്ചത്, അദ്ദേഹം പറയും ഞാനിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ സിനിമ ഇറങ്ങുമ്പോ നിങ്ങൾ ഇതൊന്നും ആ സിനിമയിൽ കണ്ടില്ലല്ലോ എന്ന് പറയാൻ വരാന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അദ്ദേഹം അപ്പം പോലും അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഈ പറഞ്ഞതിന്റെ അപ്പുറത്താണുള്ള സിനിമ എന്നുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. സോ നമ്മൾ ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്, നമ്മളതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇത് കുറച്ചും കൂടി ഒന്ന് നമ്മളെ ഒരു ആഡ് ഓൺ, ഒരു സർപ്രൈസ്, കുറച്ചും കൂടി ഒരു എക്സൈറ്റ്മെന്റും നമ്മുടെ പ്രതീക്ഷകളും ഒന്നും കൂടി കൂട്ടുന്നതായിട്ട് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി. സോ അത് ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് വന്നതാണ്. ഇനി എനിക്ക് തോന്നുന്നു 5 ദിവസം നമ്മൾ ട്രെയിലർ കാണാൻ പോകുന്നു. മേ ബി ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്ത ഈ മൂവിക്ക് ആ സഡൻ ഒരു ബൂമിന് വേണ്ടിയിട്ടായിരിക്കും വിചാരിക്കുകയാണ്. നമുക്ക് ട്രെയിലറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അതിനിടയ്ക്ക് ഒരു പ്രൊമോഷൻ അപ്ഡേറ്റ് എന്തെങ്കിലുമൊക്കെ വരുന്നതാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും വന്നാൽ നമുക്ക് ഉടൻ വീഡിയോ ചെയ്യാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.